الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين وبعد فإني أوصيكم وإياي بتقوى الله. بسم الله الرحمن الرحيم. ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين. قال الله عز وجل. മറ്റൊരു കാര്യം സൂചിപ്പിക്കാണ്ട്, നമ്മുടെ മദ്രസയിൽ ഒരുപാട് കാലം സദർ മുഅല്ലിമായി ജോലി ചെയ്തിരുന്ന അബൂബക്കർ മുസ്ലിയാർ കടങ്ങല്ലൂർ സ്വഹാബിനികളെ ദുൽഹിജ്ജ മാസത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിലെ പ്രധാനപ്പെട്ട കർമ്മത്തെ ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തെ അഷ്ടദിക്കുകളിൽ നിന്ന് ഒരേ സ്വരത്തിൽ ഒരേ വേഷത്തിലായി കോടാനുകോടി പരശുതങ്ങൾ മക്ക ഭൂമിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുൽഹിജ്ജ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കർമ്മങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഹജ്ജ് ചെയ്യൽ ബാധ്യതയായി തീരുന്നത് പരിശുദ്ധമായ മക്കയിലെത്തി ഹജ്ജിന്റെ അമലുകൾ നിർവഹിക്കാൻ ശാരീരികപരമായും സാമ്പത്തികപരമായും യാത്രാ സംബന്ധമായിട്ടുള്ള എല്ലാ കഴിവുമുള്ള മുസ്ലിമീങ്ങൾക്കാണ് ഹജ്ജ് നിർബന്ധമായി വരിക. സൂറത്ത് ആലു ഇംറാൻ 97-ാമത്തെ ഭാഗത്തിൽ കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് മനുഷ്യന്മാർ നിർബന്ധമായും ഹജ്ജ് ചെയ്യേണ്ടതായിട്ടുണ്ട്, വഴിയാലും മുതലാലും തടിയാലും ഒക്കെ കഴിവുള്ള ആളുകൾ. ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടാകുന്ന ഒരു മനുഷ്യൻ വഴിയാലും മുതലാലും തടിയാലുമെല്ലാം കഴിവുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കഴിവുകളെല്ലാം ഒത്തുവന്നാൽ ഹജ്ജിന്റെ കർമ്മത്തെ അവൻ പിന്തിപ്പിക്കാതിരിക്കൽ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ് ഉദ്ഹിയ്യത്ത്. അതിലേക്ക് ഞാൻ കടന്നു വരാം. ഒരിക്കലും തന്നെ ഹജ്ജിന്റെ എല്ലാ ഭാഗ്യങ്ങളും അതുപോലെ എല്ലാ കഴിവുകളും സമ്മേളിച്ചതിന്റെ ശേഷം അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല. മഹാനായ ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ കൊണ്ടുവന്ന ഹദീസ് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അറാദൽ ഹജ്ജ ഫല്യതഅജ്ജൽ. വല്ലവനും ഹജ്ജ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫല്യതഅജ്ജൽ, അവൻ പെട്ടെന്ന് ചെയ്യണം. ഹജ്ജ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന്റെ സാഹചര്യമെല്ലാം ഒത്തുവന്നു, എന്നാൽ പെട്ടെന്ന് ഹജ്ജ് ചെയ്യണം. കാരണം എന്താ? ഫഇന്നഹു ഖദ് യംറളുൽ മരീദ്. ഒരുപക്ഷെ അവൻ രോഗിയാകാൻ സാധ്യതയുണ്ട്. അടുത്തൊരു വർഷത്തേക്ക് നീട്ടിവെച്ചാൽ അവൻ രോഗിയാകാൻ സാധ്യതയുണ്ട്. അവൻ ഇപ്പോൾ എടുത്തു വെച്ച സംഖ്യകളുണ്ടല്ലോ, അവൻ എടുത്തു വെച്ച സൂക്ഷിപ്പ് സ്വത്തുകൾ, അത് വീണു പോകാനും സാധ്യതയുണ്ട്. ഇപ്പൊ എടുത്തു വെച്ച പൈസക്കാരം എന്തെങ്കിലും മറ്റെന്റെ ആവശ്യങ്ങൾക്ക് ചെലവഴിച്ച് ഉള്ള പൈസ തീർന്നു പോകാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അർത്ഥം വെക്കാം, വീണു പോകാൻ സാധ്യതയുണ്ട് എടുത്തു വെച്ച പൈസ. എന്തെങ്കിലും ആവശ്യങ്ങൾ അവന് പുതുതാകാനും സാധ്യതയുണ്ട്. നമുക്കറിയില്ല നാളത്തെ അവസ്ഥ എന്തെന്ന്. തൽക്കാലം ഈ വർഷം എനിക്ക് കഴിവുണ്ടെങ്കിലും ശരി, തൽക്കാലം ഒന്ന് നീട്ടി വച്ചേക്കാമെന്ന് കരുതരുത് എന്ന് മഹാനായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൗകര്യങ്ങളും ഒത്തു വന്നിട്ട് ഹജ്ജ് ചെയ്യാൻ കഴിയാതെ മരണപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ കാര്യമാണ്. അത് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ഹജ്ജിന്റെ എല്ലാ സൗകര്യങ്ങളും വന്നിട്ട് അവൻ ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ എന്നതിലേക്ക് സൂചിപ്പിക്കാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വമൻ കഫറ. ഇത്
വമൻ കഫറ ഫഇന്ന അല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അല്ലാഹുവിനെ നന്ദികേട് കാണിച്ചാൽ ഫഇന്ന അല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അവൻ നന്ദികേട് കാണിക്കാൻ പറ്റൂല. അല്ലാഹുവിന് ഒരു നിലക്കും തന്നെ നന്ദികേട് കാണിക്കാൻ പറ്റൂല. കാരണം എന്താണ്? ഹജ്ജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അല്ലാഹു തആല കൊടുക്കുന്ന ഭാഗ്യമല്ല ഹജ്ജിന്റെ ഭാഗ്യം. ഹജ്ജിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അല്ലാഹു തആല കൊടുക്കുന്നതല്ല. തടിയാലും മുതലാലും സമ്പത്താലുമുള്ള 3 കഴിവുകളും അല്ലാഹു തആല കൊടുക്കുക അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമാണ്. ഈ അവസരം കിട്ടിയിട്ട് അതിലേക്ക് പോകാതെ ഒരാൾ മരിച്ചു പോയാൽ അവൻ ഒരിക്കലും തന്നെ പരിശുദ്ധമായ ദീനിന്റെ പേരിൽ മരിക്കാതിരിക്കട്ടെ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് എന്ന് പറയുന്ന ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറയുന്നത് കാണാം. മമ്മലക സാദാ വറാഹില തുബല്ലിഗുഹു ഇലാ ബൈത്തില്ലാഹി വലം യഹുജ്ജ. ഒരാൾക്ക് വഴിയാലും മുതലാലും സമ്പത്താലും എല്ലാം ഹജ്ജിന് കഴിവുണ്ടായി, പക്ഷേ വലം യഹുജ്ജ, അവൻ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്റാനിയാ. മുസ്ലിമായി മരിക്കാതിരിക്കട്ടെ, വേണമെങ്കിൽ പോയി അവൻ യഹൂദിയായി മരിച്ചോട്ടെ, നസ്റാനിയായി മരിച്ചോട്ടെ. മഹാനായ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ അതാണ് ആ പറഞ്ഞതിന്റെ മഅന. വദാലിക അന്നല്ലാഹു യഖൂലു ഫീ കിതാബിഹി വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. അതാണ് പറഞ്ഞതിന്റെ മഅന. വഴിയാലും മുതലാലും അതുപോലെ തടിയാലും ഹജ്ജിന് കഴിവുണ്ടായിട്ട് അതിലേക്ക് പോകാതെ മരിച്ചുപോയാൽ അവൻ ഇസ്ലാമിലല്ലാതെ മരിച്ചു പോകട്ടെ. അല്ലാഹുവിനെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ചുരുക്കി പറഞ്ഞാൽ ഹജ്ജിന് കഴിവുള്ളവർ ഹജ്ജിന് പോകൽ നിർബന്ധമാണ്. പരിശുദ്ധമായ ഹജ്ജ് മാസം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന മറ്റൊരു അറിയിപ്പാണ് പരിശുദ്ധമായ ഉദ്ഹിയ്യത്തിന്റെ കർമ്മം. ഉദ്ഹിയ്യത്തിന്റെ കർമ്മം, ഉദ്ഹിയ്യത്ത് ഹജ്ജ് പോലെയല്ല. ഉദ്ഹിയ്യത്തിന്റെ വിഷയം ഹജ്ജ് പോലെയല്ല. ഉദ്ഹിയ്യത്തിന്റെ വിഷയം മറ്റൊരു രൂപത്തിലാണ്. വലിയൊരു വിഭാഗത്തിനും ബാധ്യതയാകുന്ന കാര്യമാണ് ഉദ്ഹിയ്യത്ത്. വലിയൊരു വിഭാഗത്തിനും ശാഫിഈ അതുപോലെ ഹനഫി മദ്ഹബുകൾ അനുസരിച്ച് വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ് ഉള്ളത്. ശാഫിഈ, ഹംബലി, മാലികി മദ്ഹബുകളിൽ ഉദ്ഹിയ്യത്ത് സുന്നത്താണ്. എന്നാൽ ഹനഫി മദ്ഹബിൽ ഉദ്ഹിയ്യത്ത് നിർബന്ധമാണ്. യുലമു ഉമ്മത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശാഫിഈ മദ്ഹബിലെ പ്രധാനപ്പെട്ട സുന്നത്തായ കർമ്മമാണ് ഉദ്ഹിയ്യത്ത്. ബലിപെരുന്നാളിന്റെ രാവിലും അതിന്റെ പകലിലും തനിക്കും താൻ കുടുംബത്താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും അന്നത്തെ ഭക്ഷണം, അന്നത്തെ ചെലവ്, അന്നത്തെ വസ്ത്രങ്ങൾ മുഴുവനുമുള്ള ചെലവെല്ലാം കഴിച്ചതിന്റെ ശേഷം മിച്ചമായി വരുന്ന സംഖ്യ അത് ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തിലേക്ക് അവന് മാറ്റിവെക്കാൻ കഴിവുണ്ടോ? ശാഫിഈ, ഹംബലി, മാലികി മദ്ഹബുകളിൽ അവന് സുന്നത്താണ് ഉദ്ഹിയ്യത്ത്. എന്നാൽ അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ അത് നിർബന്ധമാണ്. യൗലമു ഉമ്മത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്തായ കർമ്മമല്ല എന്ന് കരുതിയിട്ട് അത് ഒഴിവാക്കാനുള്ളതല്ല. മാ യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി. ഒരാൾ ചെയ്താൽ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് സവാബ് ലഭിക്കുന്നതാണ്. വലാ യുആഖബു അലാ തർക്കിഹി, അത് ഉപേക്ഷിച്ചതിന്റെ പേരിൽ തെറ്റില്ലാത്തതാണ്, ശിക്ഷ ലഭിക്കാത്തതാണ് എന്ന് കരുതിയാൽ സുന്നത്ത് ഒഴിവാക്കാനുള്ളതല്ല, അത് പ്രവർത്തിക്കാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ഹിയ്യത്തിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ചില ഗൗരവമായ ഒരു വ്യത്യസ്തമായ രൂപത്തിലാണ് അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹു തആല മറ്റു അമലുകളെ കുറിച്ചും ഇത്ര വിശദമായി ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അതാ ചിന്തിക്കേണ്ടത്.
ഉൽഹിയത്തിനെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിലൂടെ മാനവനെ പരിചയപ്പെടുത്തുമ്പോൾ അസാധാരണമായ ശൈലിയുടെയാണ് പരിചയപ്പെടുത്തുന്നത്. സാധാരണക്ക് വിപരീതമായി അസാധാരണമായ രൂപത്തിലൂടെയും ഭാഷയിലൂടെയുമാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. പരിശുദ്ധമായ സൂറത്തുൽ ഹജ്ജ് 34-35 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകാ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. ആലോചിക്കുക ആയത്തിന്റെ രൂപം. എല്ലാ ഉമ്മത്തിയങ്ങൾക്കും ഒരു തഫ്സീർ പ്രകാരമാണ് മാന വെക്കുന്നത്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകാ. എല്ലാ ഉമ്മത്തിയങ്ങൾക്കും നമ്മൾ ഉൽഹിയത്തിനെ ശർആക്കിയിട്ടുണ്ട്. അത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഉമ്മത്തിന്റെ പ്രത്യേകത മാത്രമല്ല, നബി തങ്ങളുടെ ഉമ്മത്തിന് മാത്രം പ്രത്യേകമായ ഒരു അമലല്ല. അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. എന്തിനാ അല്ലാഹു തആല ഉൽഹിയത്തിനെ നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അനേകായിരം എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത നിഅമത്തുകൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തുകളെ എണ്ണി തിട്ടപ്പെടുത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും തന്നെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയൂല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ്. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിശാലമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിനുള്ള അല്ലാഹുവിനുള്ള ശുക്റാണ് ഉൽഹിയത്ത്. യഅലമു ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ എന്നിട്ട് പറയുന്നു ഫഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഏകനായ അല്ലാഹുവിനെയാണ് ഇലാഹായി സ്വീകരിക്കേണ്ടത്. ഇനിയാണ് പോയിന്റ്. ഫലഹു അസ്ലിമു ഫലഹു അസ്ലിമു ഫലഹു അസ്ലിമു. ഇത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റാണ്. ഫലഹു അസ്ലിമു. ഉൽഹിയത്തിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞെടുത്ത് പറയുന്നു ഫലഹു അസ്ലിമു. നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കണം. ഹജ്ജ് ചെയ്ത് പരിപൂർണമായ മുസ്ലിമായാൽ പോരാ, നോമ്പ് നോറ്റ് പരിപൂർണനായ മുസ്ലിമായാൽ പോരാ, സക്കാത്ത് കൊടുത്ത് പരിപൂർണനായ മുസ്ലിമായാൽ പോരാ. ഫലഹു അസ്ലിമു. ഉൽഹിയത്തിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അല്ലാഹു തആല പറയുന്നത് ഉൽഹിയത്ത് കർമ്മത്തിൽ നിങ്ങൾ നിരതരായി കൊണ്ട് ഫലഹു അസ്ലിമു. നിങ്ങൾ അല്ലാഹുവിലേക്ക് വഴിപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളാകണം. വബശ്ശിരിൽ മുഖ്ബിതീൻ വബശ്ശിരിൽ മുഖ്ബിതീൻ. അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിലേക്ക് സ്വായത്തമാക്കിയ ശിരസ വഹിച്ച മഹാന്മാരായ മുത്തവാളികളായ തവാളുവിന്റെ അഹ്ലുകാരായ സ്വാലിഹീങ്ങളുണ്ടല്ലോ, അവർക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കണേ. എങ്ങനത്തെ നല്ലവരാണ് അവര്? അല്ലദീന ഇദാ ദുകിറല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് പറയപ്പെട്ടാൽ വജ്ലത്തു ഖുലൂബുഹും. അവരുടെ ഹൃദയങ്ങൾ പിടച്ചു പോകുമത്രേ. അല്ലാഹുവേ, നിന്റെ മുമ്പിൽ നാളെ നിൽക്കണമല്ലോ റബ്ബേ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലൻ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നഹു فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. ഈ ഒരു ചിന്ത പഴയ കാലത്ത് ജുമുഅ കഴിഞ്ഞാൽ ഖുതുബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞാൽ എന്താകുമായിരുന്നു? ഉസ്താദ്മാര് പാടിയില്ലേ? ഇല്ലേ? പഴയ കാലത്തൊക്കെ ഉസ്താദ്മാര് വഅദിന്റെ മുമ്പ് പാടിയ ബൈത്താണ് ഫഇന്നക ഗാഫിറു ദുംബിൽ അളീം. അല്ലാഹുവേ, വലിയ ദോഷങ്ങൾ പൊറുക്കുന്നവനാണ് നീ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ എങ്ങനെയാണ് റബ്ബേ ഞാൻ അഹ്ലുകാരനാവുക എന്ന് ചോദിക്കുന്ന ബൈത്ത്. എങ്ങനത്തെ മുഅ്മിനീങ്ങളാണ്? അല്ലദീന ഇദാ ദുകിറല്ലാഹു വജ്ലത് ഖുലൂബുഹും. ഹൃദയങ്ങൾ പിടഞ്ഞു പോകും. വസ്സാബിരീന അലാ മാ അസാബഹും. അവർക്ക് എത്തുന്ന പ്രയാസങ്ങൾ അവർ ക്ഷമിക്കുന്നവരാണ്. വൽ മുഖീമിസ് സ്വലാത്തി വമിമ്മാ റസഖ്നാഹും യൂഫിഖൂൻ. കൃത്യമായി നിസ്കരിക്കുന്നവരാണ്. മാത്രമല്ല വമിമ്മാ റസഖ്നാഹും യൂഫിഖൂൻ. നമ്മൾ കൊടുത്തതിൽ നിന്ന് ദീനിന് വേണ്ടി ചെലവഴിക്കുന്നവരുമാണ് അവരെന്ന് യൗലമു ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ
ألف الألف نظاما مدح على العالي أول السطور بسم الله بدء القال قال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله മഹാനായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 ഒട്ടകങ്ങൾ കൊണ്ടുപോയി 63 വയസ്സ് കണക്കാക്കി 63 എണ്ണത്തെ അറുക്കുകയാണ്. 63 ഒട്ടകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറുത്തുവത്രേ. അൽ ബിദായത്ത് വൻ നിഹായ എന്ന് പറയുന്ന കിതാബിൽ വിഷയം കാണാം. والذي جاء به رسول الله صلى الله عليه وسلم 100 من الإبل നബി തങ്ങൾ 100 ഒട്ടകങ്ങളെ കൊണ്ടുവരുന്നു. وأن رسول الله صلى الله عليه وسلم نحر بيده الكريمة അവിടുത്തെ സംശുദ്ധമായ മഹത്വരമായ അതിപവിത്രമായ ആ കൈ കൊണ്ട് നബി തങ്ങൾ അറക്കുന്നു. 63 ബദന നബി തങ്ങൾ 63 ഒട്ടകത്തെ അറക്കുകയാണ്. നബി തങ്ങളുടെ വയസ്സിന്റെ എണ്ണം കണ്ട് നബി തങ്ങൾ 63 ഒട്ടകത്തെ അറക്കുന്നു. ഖാല ഇബ്നു ഹിബ്ബാൻ വഗൈറുഹു ഇബ്നു ഹിബ്ബാൻ തങ്ങളും അല്ലാത്ത മഹാന്മാരും പറയുന്നു വദാലിക മുനാസിബുൽ ലിഉംരിഹി അലൈഹി സ്വലാത്തു വസ്സലാം ഫഇന്നഹു കാന 63 സന. ഇത് നബി തങ്ങളെ 63 വയസ്സോട് യോജിച്ചു വന്ന എണ്ണമാണ്. കഴിഞ്ഞില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് വേണ്ടി ഉദ്ഹിയത്ത് നിങ്ങൾ ചെയ്യണേ എന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങളോട് വസിയത്ത് ഏൽപ്പിക്കുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശാഫിഈ മദ്ഹബ് പ്രകാരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ വസിയത്തില്ലാതെ അയാൾക്ക് വേണ്ടി ഉദ്ഹിയത്ത് ചെയ്യാൻ പാടില്ല. ശാഫിഈ മദ്ഹബ് പ്രകാരം. പക്ഷേ ഹനഫിയിൽ അങ്ങനത്തെ വിശ്വാസമില്ല. ഹനഫി മദ്ഹബ് പ്രകാരം ഒരാൾ വസിയത്ത് ഏൽപ്പിച്ചില്ലെങ്കിലും അയാൾക്ക് വേണ്ടി ഉദ്ഹിയത്ത് കഴിക്കാമെന്നതാണ് ഉലമാ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ അലി റളിയല്ലാഹു അൻഹു അന്നഹു കാന യുളഹി മഹാനായ അലി തങ്ങൾ ഉദ്ഹിയത്ത് നിർവഹിക്കുമത്രേ ബികബ്ശ 2 ആടുകൾ എല്ലാ വർഷവും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അറക്കുമത്രേ. അഹദുഹുമാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒന്ന് നബി തങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വൽ ആഖിറു അൻ നഫ്സിഹി ഒന്ന് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും. ആ സമയത്ത് അലി തങ്ങൾ ചോദിക്കപ്പെട്ടു എന്തിനാണ് എല്ലാ വർഷവും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? 2 ആട് ഒന്ന് നിങ്ങൾക്ക് എന്ന് അമ്മോശാക്ക മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ പരിപാടി? ആ സമയത്ത് അലി തങ്ങൾ പറയുന്നു അമറനി ബിഹി യഅനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് നബി തങ്ങൾ അത് കൽപ്പിച്ചതാണ്. ഫലാ അദഉഹു അബദാ ഒരു കാലവും ഞാനത് ഒഴിവാക്കൂല. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് നമ്മളൊക്കെ മനസ്സിലാക്കിയേക്കും ഉദ്ഹിയത്ത് എന്ന് പറഞ്ഞാൽ നാട്ടിൽ കുറച്ച് പൈസക്കാരുണ്ട് ഓൾക്ക് മാത്രം അങ്ങനത്തെ ധാരണയൊക്കെ ഉണ്ട് പലർക്കും. ഉദ്ഹിയത്ത് അലി തങ്ങൾക്ക് എത്രയോ പൈസ ഉണ്ടായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ എന്നൊക്കെ അറിയാം 14 ദിവസം പട്ടിണി കിടന്നപ്പോൾ ലാസ്റ്റ് അലി തങ്ങളോട് ഫാത്തിമ ബി പറഞ്ഞു യാ അലി അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ പള്ളേ പൈസ എന്തെങ്കിലും പോയി അങ്ങാടി പോയി വാങ്ങിക്കൊണ്ടിരി പറഞ്ഞു. പൊന്നാര ഫാത്തിമ റളിയല്ലാഹു അൻഹ കയ്യിലൊന്നുമില്ല ഫാത്തിമ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മകളായ ഫാത്തിമ ബീവിയെ കെട്ടിച്ചു കൊടുത്ത സന്ദർഭത്തിൽ അലി തങ്ങൾക്ക് ഒരു അരക്കച്ച കൊടുത്തിരുന്നു. ഫാത്തിമ ബീവിക്ക് സമ്മാനമായി ഒരു അരക്കച്ച. പെരയിലൊരു തുള്ളി തിന്നാനില്ല. ആ സമയത്ത് അരക്കച്ച കൊടുത്തു. നബി തങ്ങൾ കല്യാണം കഴിച്ചപ്പോ കൊടുത്ത അരക്കച്ച ഫാത്തിമ ബീവി കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇനി ഒന്നുമില്ലെങ്കിൽ ഈ അരക്കച്ചെങ്കിലും അങ്ങാടി കൊണ്ടുപോയി വിട്ടിട്ട് കിട്ടുന്ന കാശ് നിങ്ങൾ എന്തെങ്കിലും പെരയെ കൊണ്ടുവരും. അങ്ങനത്തെ വലിയ പൈസക്കാരനാ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ആ അരക്കച്ചയുമായി അങ്ങാടിയിൽ പോയി വിൽപ്പന നടത്തി. വെറും 6 ദിർഹം മാത്രമാണ് കിട്ടിയത്. 6 ദിർഹം. ആ 6 ദിർഹവുമായി അങ്ങാടിയിൽ
അങ്ങാടിയിൽ പോയി സാധനം വാങ്ങാൻ നേരത്താണ് ഒരു സാധുവായ മനുഷ്യൻ വന്ന് കൈനീട്ടി. ഞാൻ തിന്നിട്ട് കുറെ കാലമായി. അലി തങ്ങൾ ഒന്നും ആലോചിക്കാതെ ആ 6 ദിർഹം മുഴുവൻ കൊടുത്തു. പെരയില് പട്ടിണിയും മരപ്പട്ടിണിയാണ്. പടച്ചോനെ, എന്റെ വീട്ടിൽ എന്താ പനി ഫാത്തിമാനോട് പറയാ? ആകെ വിഷമിച്ചുകൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ആ വഴിയിലൂടെ ഒരു അപരിചിതനായ ഒരു മനുഷ്യൻ കടന്നു വരുന്നു. ആ മനുഷ്യന്റെ കയ്യിൽ ഒരു ഒട്ടകമുണ്ട്. ആ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ അലി തങ്ങളോട് ചോദിക്കുന്നു, അലി തങ്ങളെ, ഈ ഒട്ടകത്തെ നിങ്ങൾ വാങ്ങോ? സുബ്ഹാനല്ലാഹ്, ഒരു ഉറുപ്പ്യ കൈകളില്ല, നീ വാങ്ങാൻ കൂടി നിന്നാൽ. ആ സമയത്ത് മഹാനായ അലി തങ്ങൾ പറയുന്നു, അല്ലയോ മനുഷ്യ, കയ്യിൽ ഒരു നയാ പൈസ പോലും, ഒരു അണ പോലും ഇല്ലല്ലോ. ആ സമയത്ത് പറയുന്നു, നിങ്ങൾക്ക് എന്നാണോ കാശ് കിട്ടുക അന്ന് തന്നാൽ മതി. എന്നാണോ കായ് കിട്ടുന്നത് അന്ന് തന്നാൽ മതി, ആയിക്കോട്ടെ. അങ്ങനെ 100 ദിർഹമിന് കച്ചവടം ഉറപ്പിച്ചു, ഒട്ടകം വാങ്ങി. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ആ ഒട്ടകവും പിടിച്ച് നടന്നു പോകുമ്പോൾ മറ്റൊരു മനുഷ്യൻ ആ വഴിയിലൂടെ നടന്നു പോകുന്നു. യാ അലി, ഹൽ തബീഅ, നീ വിൽക്കുന്നുണ്ട് അലി തങ്ങളെ, ഈ ഒട്ടകത്തെ നിങ്ങൾ വിൽക്കുന്നുവോ? ആ സമയത്ത് മറുപടി പറയുന്നു, ആയിക്കോട്ടെ, ഞാൻ വിൽക്കാം. എത്ര രൂപയ്ക്ക്? 160 ദിർഹമിന്. 100 രൂപക്ക് വാങ്ങി 160 ദിർഹമിന് അങ്ങോട്ട് വിൽപ്പന നടത്തി. നിങ്ങൾ ആലോചിക്കുക, അള്ളാഹ് കൊടുത്താലോചിക്കുക, നിങ്ങൾ 6 കൊടുത്തപ്പോൾ 160 വേറെ കൊടുത്തു. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആദ്യത്തെ മനുഷ്യൻ വന്ന് ചോദിക്കുന്നു, അലി തങ്ങളെ, എവിടെ ഒട്ടകം? ഞാൻ വിൽപ്പന നടത്തി. നമ്മൾ തമ്മിൽ 100 രൂപ ഇടപാടുണ്ടല്ലോ, തീർത്താലോ? ആയിക്കോട്ടെ, തീർക്കാം. ആ 100 രൂപ കൊടുത്തു. ഇതൊക്കെ ഒറ്റ ദിവസം നടക്കുന്നത്, ഒറ്റ ദിവസം. അപ്പൊ എത്ര രൂപ ഇപ്പൊ കൈകള്? 100 രൂപ കൊടുത്ത ബാക്കി 60 ഉണ്ട്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ 60 ദിർഹവുമായി പോയിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിലാണ് വെച്ചു കൊടുത്തു. ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, അലി തങ്ങളെ, ഇത് എവിടുന്നാ കിട്ടിയത്? ഇത്രയൊന്നും കിട്ടൂലല്ലോ. സംഭവം വിശദീകരിച്ചു കൊടുത്തു. ആ സമയത്ത് ഫാത്തിമ ബീവി പറയുന്നു റളിയല്ലാഹു അൻഹ, നമ്മുടെ ബാപ്പാന്റെ അരികിലേക്ക് പോയി വിഷയമെന്ന് പറയല്ലേ. ആയിക്കോട്ടെ ഫാത്തിമ, പോകുക. രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് പോയി പറയുന്നു, യാ റസൂലല്ലാഹ്, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് നബിയെ. ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് നബി തങ്ങൾ പുഞ്ചിരിക്കുന്നു. എന്നിട്ട് അലി തങ്ങളോട് പറയുന്നു, അലി തങ്ങളെ, നിങ്ങൾക്ക് ആദ്യമായി 100 രൂപക്ക് ആ ഒട്ടകത്തെ വിറ്റ മനുഷ്യനാരെന്നറിയോ? ഹുവ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. 160 രൂപക്ക് നിങ്ങളെ പക്കൽ നിന്ന് വാങ്ങിയ മനുഷ്യനാരെന്നറിയോ? ഹുവ സയ്യിദുനാ മീകാഈൽ അലൈഹിസ്സലാം. എന്നിട്ട് പറയുന്ന അലി തങ്ങളെ, വലക ഇംറഅത്തുൻ, നിങ്ങൾക്കൊരു പെണ്ണുങ്ങളില്ലേ? അതായത് എന്റെ മകളായ ഫാത്തിമ ബീവി, ഹിയ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്നഹ, എന്റെ പൊന്നാര മോള് ഫാത്തിമയുണ്ടല്ലോ, നിങ്ങളെ ഭാര്യയായ ഫാത്തിമ, അവൾ നാളെ സ്വർഗ്ഗത്തിലെ സ്ത്രീകളുടെ നേതാവാണെന്ന് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലക വലദാനി, നിങ്ങൾക്ക് 2 ആൺകുട്ടികളില്ലയോ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഹുമാ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണെന്ന് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലക സിഹ്റു, നിങ്ങൾക്കൊരു അമ്മോശാഖയില്ലേ? ഹുവ ഖാതിമുൽ അംബിയാഇ വസയ്യിദുൽ മുർസലീൻ. അമ്മോശാഖ എന്ന് പറഞ്ഞാൽ അംബിയാക്കൾ അവസാനത്തെ ദൂതൻ, അംബിയാക്കൾ അവസാനത്തെ കണ്ണിയും മുർസലീങ്ങളുടെ നേതാവുമാണ്. അഫ്ളലുൽ ബശരി വൽ ഖൽഖി, സൃഷ്ടികളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഉന്നതനാണ്, അത് ഞാനാണെന്ന് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അലി തങ്ങളുടെ കഥ പറയേണ്ട ആവശ്യമില്ല. പിന്നെ അലി തങ്ങളുടെ കഥ പറയേണ്ട ആവശ്യമുണ്ടോ? അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, ഞാനാ
ഞാനാണ് ഇൽമെന്ന പട്ടണം, ഞാനാകുന്ന ഇൽമെന്ന പട്ടണത്തിലേക്ക് കടക്കാൻ ഒരു വാതിൽ വേണ്ടേ? അതെന്റെ അലിയാണെന്ന് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറാ കലൈസി ഗാബാത്തിൽ കരീഹിൽ മല്ലറാ. ഞാനെന്ന് പറഞ്ഞാൽ സമ്മത്നി ഉമ്മി, എന്റെ ഉമ്മ എന്നെ വിളിച്ചത് ഹൈദറ, പുലിക്കുട്ടി എന്നാണ് എന്റെ ഉമ്മ എനിക്ക് പേരിട്ടത്. കലൈസി ഗാബാത്തിൽ കരീഹിൽ മല്ലറാ, വനത്തിന്റെ ഉള്ളിൽ ആരാരും പേടിച്ചു പോകുന്ന സിംഹരാജാവുണ്ടല്ലോ, ആ സിംഹരാജാവാണ് ഞാനെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ثم رضي عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم من أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹുവേ, മഹാന്മാരെ പറഞ്ഞ നാവുകളാണല്ലോ, പറയപ്പെട്ട മജ്‌ലിസാണല്ലോ. അല്ലാഹുവേ, ആ മഹാന്മാരെ കൂട്ടത്തിൽ സ്വർഗ്ഗലോകത്തിൽ അധിവസിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മഹാന്മാരെ ദറജനെ ഉയർത്തി കൊടുക്കണേ റഹ്മാനേ. അവരെ പഠിപ്പിച്ച പരിശുദ്ധമായ കർമ്മമായ ഉൽഹിയത്ത്, അതിലൊക്കെ ഒന്ന് പങ്കാളികളാകാൻ ഈ മഹലിലുള്ള എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരെങ്കിലും ഉൽഹിയത്തിന്റെ മൃഗവുമായി ബന്ധപ്പെട്ട് അതിന്റെ കർമ്മത്തിൽ പങ്കെടുത്താൽ അവർക്ക് ആ മൃഗത്തിന്റെ മുകളിൽ കയറി സ്വർഗത്തിലേക്ക് പോകാമെന്ന് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ കാലങ്ങളിൽ ആരൊക്കെയാണോ പങ്കെടുത്തിരുന്നത് ആ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവർക്ക് ആ സ്ഥാനം നൽകണേ റഹ്മാനേ. ജീവിച്ചിരിപ്പുള്ളവർക്കും ആ സ്ഥാനം നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് റബ്ബേ, ആ പരിശുദ്ധമായ കർമ്മത്തിൽ പങ്കാളികളാകാൻ ഈ മഹല്ലിൽ പെട്ട എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين. وزد ربي كرامته وفي قلبي محبته وآت لنا شفاعته شهيد علي ولي الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. وزد ربي كرامته وفي قلبي محبته وآت لنا شفاعته شهيد علي ولي الله صلاة الله سلام الله على ياسين حبيب الله. وزد ربي كرامته وفي قلبي محبته وآت لنا شفاعته شهيد علي ولي الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.